നമസ്കാരം. ഇന്ത്യയോടുള്ള കാനഡയുടെ ഒരു നാണക്കേടിൽ നിന്നുണ്ടായ വൈരാഗ്യവും വൈക്ലഭ്യവും അതിനെ അങ്ങനെ തന്നെ പറയണം. മാർക്കാരനെ പ്രധാനമന്ത്രിയാക്കിയിട്ടും തീർന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ആകെ മൊത്തം കാനഡയെ വിഴുങ്ങുന്നതിനും പിന്നീട് US-ന്റെ 53ാമത് സംസ്ഥാനമാക്കാനും കോപ്പുകൂട്ടുകയാണ് ഡൊണാൾഡ് ട്രംപ്. അവിടെ ട്രംപിന് മുന്നിൽ വായും പൊത്തി മുട്ടിടിച്ചു നിൽക്കുന്ന മാർക്കുകാരനെ ബ്രിട്ടീഷ് രാജാവിനെ കാനഡയിലേക്ക് വരുത്തിയാണ് ട്രംപിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ കാനഡയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് പുതുക്കിയ ഇമിഗ്രേഷൻ ബില്ലിന്റെ വ്യവസ്ഥകളാണ്. 10,000-കണക്കിന് ഇന്ത്യക്കാർ, പെട്രോൾ പമ്പിലെ ജീവനക്കാരോ റെസ്റ്റോറൻറ്റുകളിലെ ഷെഫോ അല്ല, ഇന്ത്യൻ IT വിദഗ്ധർ, 10,000-കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ, ഇന്ത്യൻ പെർമനന്റ് റെസിഡന്റ് ഇവർക്കടക്കം കാനഡയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയേക്കാൾ ഒരു പടി മുന്നിലാണ് ഇന്ത്യൻ വിരോധത്തിൽ മാർക്ക് കാർണി എന്ന് വേണം കരുതാൻ. അതിനിടെ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് ഇന്ത്യയെ ക്ഷണിക്കാതെ ആതിഥേയരായ കാനഡിയൻ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. ഇനി 2 ആഴ്ച മാത്രമാണ് ഉച്ചകോടിക്കുള്ളത്. അവസാന നിമിഷം ക്ഷണം ലഭിച്ചാലും പ്രധാനമന്ത്രി പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇന്ത്യക്ക് കാനഡയുടെ ചായയും കടിയും വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ട് പോകുന്നുമില്ല. പോരെ. ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇന്ത്യ കാനഡ ബന്ധം വഷളായിരുന്നു. ഈ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നായിരുന്നു കാനഡയുടെ ആരോപണം. അപ്പോൾ കാനഡ അതും ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണ് ഇപ്പോൾ. അതിനുള്ള പണി ട്രംപിന് സഹായമില്ലാതെ തന്നെ ഇന്ത്യ കൊടുത്തുകൊള്ളുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് ഇന്ത്യക്ക് ക്ഷണമില്ല എന്നൊരു വിലയിരുത്തൽ വന്നത്. കാനഡയിൽ നടക്കുന്ന G7-ൽ ഇന്ത്യ പങ്കെടുത്തേക്കില്ലെന്നും നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറമെ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നിവയാണ് G7 ഉച്ചകോടിയിലെ ആ ഒരു കൂട്ടായ്മയിലെ അംഗങ്ങൾ. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം നൽകിയതിനേക്കാൾ പകുതി പോലും IT വർഷം ഈ സാമ്പത്തിക കാലം തന്നെ വിസ നൽകിയിട്ടില്ല. പുതിയ എമിഗ്രന്റ് ഇങ്ങോട്ട് വരണ്ട എന്ന കടുത്ത നിലപാടാണ് ഇപ്പോൾ കാനഡ സർക്കാരിനുള്ളത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റികൾക്കും നേരെ ട്രംപ് കാട്ടുന്നത് കണ്ട് കോപ്പി അടിക്കുന്നതാണോ മാർക്ക് കാർണിയും ചെയ്യുന്നതെന്നൊരു സംശയമുണ്ട്. കണക്കുകൾ അത്ര നിസ്സാരമൊന്നുമല്ല. 2024-ൽ 4,27,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിച്ചിരുന്നതെങ്കിൽ ഇതുവരെ 1,90,000 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കാനഡിയൻ സർക്കാർ സ്റ്റഡി പെർമിറ്റുകൾ നൽകിയത്. 52% ഇടിവുണ്ട്. എന്നിട്ടും ഇന്ത്യൻ വിദ്യാർത്ഥികളോട് കാനഡയ്ക്ക് ഒട്ടും വിരോധമില്ലെന്ന് പറയും. 2024-ൽ 1,30,000 ഇന്ത്യക്കാർക്ക് സ്ഥിരം വർക്ക് പെർമിറ്റ് കിട്ടിയെങ്കിലും 9% കുറവാണ് ഉണ്ടായത്. ഈ വർഷം വീണ്ടും ആ തോത് കുറയും. എമിഗ്രന്റ് പടുത്തുയർത്തിയ കാനഡയുടെ സാമ്പത്തിക ചട്ടക്കൂട് ഇപ്പോൾ ഒന്ന് ബലപ്പെട്ടപ്പോൾ UK പോലെ അവരെ പുറന്തള്ളാനാണ് ഒരു നടപടി. അതും ഇന്ത്യക്കാരെ തിരഞ്ഞുപിടിച്ച് പുറത്താക്കുന്ന ആ ഒരു നയത്തോട് ഇന്ത്യ ഒട്ടും യോജിക്കില്ല. അത് നിജാറിന്റെ വിഷയത്തിലായാലും മറ്റേതെങ്കിലും പേരിലായാലും തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനൊപ്പം അവരെ തട്ടി പുറത്താക്കുന്നവർക്കെതിരെ കടുത്ത നിലപാടാകും ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നതും അതിലൊരു മടിയുമില്ല എന്ന പല വിഷയങ്ങളിലും ലോകം കണ്ടതാണ്. കാനഡയുടെ ഓരോ നീക്കവും ഇപ്പോൾ സസൂക്ഷ്മം ദില്ലിയിൽ നിന്നുള്ള വിദഗ്ധ ഉദ്യോഗസ്ഥർ, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുകയാണ്. പാകിസ്ഥാനിട്ട് പണി കൊടുത്തതുപോലെ ഒരൊറ്റ സുപ്രഭാതത്തിൽ രാത്രി ഒരു 8 മണിക്ക് 24 മണിക്കൂർ അഥവാ 48 മണിക്കൂറിനകം ഇന്ത്യയിലുള്ള കനേഡിയന്മാരെല്ലാം തന്നെ രാജ്യം വിടണമെന്നൊരു ഉഗ്ര നിയമം ഒരു വിദേശകാര്യ മന്ത്രാലയം പുറത്തേക്ക് ഇറക്കിയാൽ ആ സമയം കാനഡയുടെ താഴുന്നതേ ഉള്ളൂ. ആ സമയം കാനഡ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വരും മോദിയുടെ കാല് പിടിക്കാൻ. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.